ക്രിസ് ഗെയിലിന്റെ പേരിലുള്ള റെക്കോർഡാണ് തന്റെ ലക്ഷ്യമെന്ന് വൈഭവ് സൂര്യവംശി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ IPL ആരംഭിക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ ചർച്ചയിലെ പ്രധാന പേരുകാരൻ വൈഭവ് സൂര്യവംശി എന്ന കൗമാര താരമായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഇടിവെട്ട് പ്രകടനത്തോടെ ലീഗിലേക്ക് കയറി വന്നതു മുതൽ ക്രിക്കറ്റ് ലോകത്ത് സൂര്യവംശിയുണ്ട്. അണ്ടർ-19 ലോകകപ്പിൽ ടൂർണമെന്റിലെ താരമായ ശേഷമാണ് IPLലെ തന്റെ രണ്ടാം സീസണിലേക്ക് എത്തുന്നത്. ഏത് കൊലകൊമ്പൻ ബൌളറാണെങ്കിലും ഷോട്ടുകൾക്ക് മുതിരാൻ സൂര്യവംശിക്ക് ഭയമില്ല. പണ്ട് വീരേന്ദർ സെവാഗിൽ കണ്ട അതേ മനോഭാവമാണ് കൗമാരതാരം പുറത്തെടുക്കുന്നത്. 15 തികഞ്ഞതോടെ ഇനിയുള്ള ഓരോ റണ്ണും ഇന്ത്യൻ ടീമിലേക്കുള്ള അകലം കുറയ്ക്കുമെന്ന തിരിച്ചറിവുണ്ടെങ്കിലും ആക്രമണ സിദ്ധാന്തത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചനയാണ് ചെന്നൈക്കെതിരെ താരം നൽകിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 16ാം സീസണിലേക്കുള്ള വരവ് രാജകീയമായി അറിയിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. അവസാന സീസണിലെ ബാറ്റിംഗ് വെടിക്കെട്ട് വൺ സീസൺ വണ്ടർ അല്ലെന്ന് തെളിയിക്കാൻ വൈഭവിന് സാധിച്ചിരിക്കുകയാണ്. CSK മുന്നോട്ട് വച്ച 128 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിനായി 15 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയാണ് വൈഭവ് ഞെട്ടിച്ചത്. 4 4ഉം 5 6ഉം ഉൾപ്പെടെ 17 പന്തിൽ 52 റൺസ് എടുത്താണ് വൈഭവ് പുറത്തായത്. 305.88 പ്രഹരശേഷിയിലാണ് വൈഭവ് കത്തിക്കയറിയത്. അൻഷുൽ കാംപേജിന്റെ പന്തിൽ സർഫറാസ് ഖാന്റെ കിടിലൻ ക്യാച്ചിലാണ് വൈഭവ് മടങ്ങിയത്. ഒന്നാം വിക്കറ്റിൽ 77 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചാണ് വൈഭവ് പുറത്തായത്. ഇന്ത്യയുടെ സീനിയർ ടീമിനായി കളിക്കാൻ വൈഭവ് സൂര്യവംശിക്ക് പ്രായപൂർത്തിയായിരിക്കുകയാണ്. 15 വയസ്സ് പൂർത്തിയായ വൈഭവ് സൂര്യവംശി സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവച്ചിരിക്കുന്നതെന്ന് പറയാം. IPLലെ മൂന്നാമത്തെ വേഗ 50യാണ് വൈഭവ് സ്വന്തം പേരിലാക്കിയത്. 13 പന്തിൽ 50 നേടിയ രാജസ്ഥാന്റെ യശസ്വി ജയ്സ്വാൾ തലപ്പത്ത് നിൽക്കുമ്പോൾ 14 പന്തിൽ 50 നേടിയ KL രാഹുലും പാറ്റ് കമ്മിൻസും റൊമാരിയോ ഷെഫേർഡും രണ്ടാം സ്ഥാനത്താണുള്ളത്. ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലി കൊണ്ടാണ് വൈഭവ് എതിരാളികളെ വിറപ്പിക്കുന്നത്. തുടക്കത്തിലെ വൈഭവിനെ പുറത്താക്കാൻ അവസരം ലഭിച്ചതാണ്. എന്നാൽ അരങ്ങേറ്റ താരം കാർത്തിക് ശർമ്മയ്ക്ക് പന്ത് കൈയിലൊതുക്കാൻ സാധിക്കാതെ പോയി. എന്തായാലും ഈ ലൈഫിനെ മുതലാക്കുന്ന പ്രകടനം കാഴ്ചവയ്ക്കാൻ വൈഭവിന് സാധിച്ചുവെന്ന് തന്നെ പറയാം. നൂർ അഹമ്മദിനെ തുടർച്ചയായി 2 സിക്സുകൾ പറത്തിയാണ് വൈഭവ് സൂര്യവംശി തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. സഞ്ജു സാംസണെ സാക്ഷിയാക്കിയാണ് വൈഭവിന്റെ തകർപ്പൻ പ്രകടനം. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞാണ് സഞ്ജു CSKയിലെത്തിയത്. എന്നാൽ CSKയ്ക്കായുള്ള അരങ്ങേറ്റത്തിൽ സഞ്ജു 7 പന്തിൽ 6 റൺസ് എടുത്ത് പുറത്തായി. വൈഭവിന്റെ ഈ മികവ് തുടർന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് വൈകാതെ വിളി ലഭിച്ചേക്കും. ഇന്ത്യക്ക് അയർലൻഡിനെതിരെ T20 പരമ്പര വരാനിരിക്കുന്നുണ്ട്. ഇതിലൂടെ വൈഭവിന് അവസരം ലഭിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വൈഭവിന് അവസരം നൽകിയാൽ ഇടം കയ്യൻ ബാറ്റ്സ്മാനായ അഭിഷേക് ശർമ്മയ്ക്ക് സീറ്റ് നഷ്ടമാകും. അഭിഷേകിന് ഇപ്പോൾ പഴയ സ്ഥിരത കാട്ടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ വൈഭവിനെ കളിപ്പിക്കാൻ തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും വൈഭവിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയാണുള്ളത്. ഇന്ത്യൻ T20 ടീമിന്റെ ഭാവി വൈഭവിന്റെ കൈകളിലാണെന്ന് പറയാം. ഇതേ മികവ് രാജസ്ഥാനൊപ്പം തുടർന്നാൽ ടീമിന്റെ ഇതിഹാസ താരമായി മാറാൻ വൈഭവിന് സാധിച്ചേക്കും.